പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ആലപ്പുഴയിൽ ഏതാണ്ട് 5 വർഷം മുൻപാണ് വളരെ യാദൃച്ഛികമായി ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഞാനിവിടെ എത്തിയത്. അന്ന് ആലപ്പുഴയുടെ ജില്ലാ പ്രസിഡന്റ് സോമനായിരുന്നു. ഞാനിപ്പോഴും പറയാറുള്ളത് എൻ്റെ ജില്ലാ പ്രസിഡന്റ് ഇപ്പോഴും സോമനാണ് എന്ന് പറയാറുണ്ട് തമാശയ്ക്ക്. 21 ദിവസക്കാലം ഞങ്ങൾ ഒരുമിച്ചാണ് പ്രവർത്തിച്ചത്. കൊട്ടാരം ഉണ്ണിയുണ്ട്, ഇവിടെ ഒരുപാട് പേരുണ്ട്, എല്ലാവരുടെയും പേര് വെള്ളിയാങ്കുളമുണ്ട്. ഇങ്ങനെ എല്ലാവരുടെ പേരും എടുത്ത് പറയത്തക്ക വിധത്തിൽ ഉള്ള ബന്ധം എനിക്ക് ഈ പ്രദേശത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, ആലപ്പുഴയുടെ ഭാരതീയ ജനതാ പാർട്ടിയും NDA കക്ഷികളെല്ലാം എനിക്ക് വലിയ സ്നേഹം നൽകിയിട്ടുണ്ട് എന്ന് ഞാൻ കൃതജ്ഞതാപൂർവം ഓർമ്മിക്കട്ടെ. അന്ന് 44,000 വോട്ടാണ് BJPക്കും NDAക്കും ഇവിടെ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ടായിരുന്നത്. ആ സന്ദർഭത്തിൽ ഇവിടെ നേരത്തെ സോമൻ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 1,88,000 വോട്ടുകൾ നേടത്തക്ക വിധത്തിൽ പ്രവർത്തിച്ചത് ആലപ്പുഴയിലെ പാർട്ടി പ്രവർത്തകരാണ്, NDA മുന്നണിയാണ് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. ഞാൻ അവരോടൊപ്പം നിന്ന് പ്രവർത്തിച്ചു എന്ന് മാത്രം. ഇക്കുറി ഒരു ചെറിയ മാറ്റമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി ആരായിരുന്നാലും ആലപ്പുഴയിൽ മത്സരിക്കുന്നത് നരേന്ദ്രമോദി ആയിരിക്കും എന്ന കാര്യം നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതാണ്. ഇന്ത്യയിലെ 544 നിയോജക മണ്ഡലങ്ങളിലും ഒരേ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നു എന്നതും ഈ തെരഞ്ഞെടുപ്പിന്റെ സവിശേഷതയാണ്. ആ സ്ഥാനാർത്ഥി ഇന്ന് അദ്ദേഹത്തിൻ്റെ ദിനചര്യയെക്കുറിച്ച് അദ്ദേഹം പാർലമെന്റിലെ പ്രതിപക്ഷ MPമാരുമായി ആഹാരം കഴിച്ചുകൊണ്ടിരിക്കെ വിവരിച്ചിട്ടുണ്ട്. 3.5 മണിക്കൂറാണ് ഉറങ്ങുന്നത്. 3.5 മണിക്കൂർ ഉറങ്ങിക്കൊണ്ട് ബാക്കി 21 മണിക്കൂറും ഈ മഹാരാജ്യത്തെ ലോകത്തിൻ്റെ മുൻനിരയിൽ എത്തിക്കുന്നതിന് വേണ്ടി സമർപ്പിത ചേതസ്സായി പ്രവർത്തിക്കുന്ന നരേന്ദ്രമോദിയാണ് 544 നിയോജക മണ്ഡലങ്ങളിലും മത്സരിക്കുന്നത്. ആലപ്പുഴയിലും നമുക്ക് നരേന്ദ്രമോദിയെ ജയിപ്പിക്കാനുള്ള ബാധ്യതയുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. സ്ഥാനാർത്ഥി ആരുമാകാം, പക്ഷേ നമ്മൾ പ്രവർത്തിക്കുന്നത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഈ ഇന്ത്യ മഹാരാജ്യം കണ്ട ഏറ്റവും ശക്തനും നീതിമാനും ന്യായയുക്തനുമായ ഭരണാധികാരിയുടെ കരങ്ങൾക്ക് ശക്തി പകരുന്നതിന് വേണ്ടിയാണ്. മോദിയുടെ ഗ്യാരണ്ടി ആണ് നമ്മുടെ ഏറ്റവും വലിയ ഗ്യാരണ്ടി. എന്താണ് മോദിയുടെ ഗ്യാരണ്ടി? ആഹാരം, വസ്ത്രം, പാർപ്പിടം, വൈദ്യസഹായം, വിദ്യാഭ്യാസം എന്നീ അടിസ്ഥാന ആവശ്യങ്ങൾ ഈ രാജ്യത്തെ 140 കോടി ജനങ്ങൾക്കും ഉറപ്പുവരുത്തും എന്ന ഗ്യാരണ്ടി മാത്രമല്ല, അത് അദ്ദേഹം ഉറപ്പുവരുത്തി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ഭാരത് അരി മേടിക്കുമ്പോൾ അതിൻ്റെ പുറത്ത് K അരി എന്നെഴുതണം എന്നാണ് സഖാക്കൾ പറയുന്നത്. അപ്പൊ അത് കരിയായി പോകും. അത് അങ്ങനെ തന്നെ എഴുതണം എന്നാണ് കോൺഗ്രസും പറയുന്നത്. കോൺഗ്രസ്സുകാർക്ക് അവർക്കിപ്പോൾ ഒരു നേതാവില്ല. UDF നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അവർക്ക് നേതൃത്വമില്ല. അവർക്ക് കേന്ദ്ര നേതൃത്വമില്ല, കേരള നേതൃത്വമില്ല. പങ്കായമില്ലാതെ ചുറ്റിത്തിരിയുന്ന വഞ്ചി പോലെയാണ് UDF. നിയന്ത്രിക്കാൻ ആരുമില്ല. എല്ലാവരും നേതാക്കളാവുകയും എല്ലാവരും പാർട്ടിയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയും മുന്നണിയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ദയനീയമായ അന്തരീക്ഷത്തിൽ
ലക്ഷ്യമില്ലാതെ ചുറ്റിത്തിരിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണി ഒരു ഭാഗത്ത്, എന്തിലും അഴിമതി കണ്ടെത്താൻ അസാമാന്യമായ പാടവമുള്ള, ഞാൻ വെറുതെ പറയുന്നതല്ല, കൊറോണ വന്ന് നമുക്കെല്ലാവർക്കും നഷ്ടം വന്നു ഇല്ലേ? നമുക്ക് ജോലി ചെയ്യാൻ കഴിഞ്ഞില്ല, നമ്മളെല്ലാവരും വീട്ടിലിരിക്കേണ്ടി വന്ന്. ആ കൊറോണ കാലത്ത് ലാഭമുണ്ടാക്കിയ ഒരേ ഒരു വിഭാഗം പിണറായി വിജയന് അനുചര സംഘവുമാണ് എന്നുള്ളത് എന്താ കാര്യം എന്ന് വെച്ചാൽ, കൊറോണ കാലത്ത് ആ കൊറോണക്ക് പ്രതിരോധിക്കുന്നതിന് ആവശ്യമായ വൈദ്യ ഉപകരണങ്ങൾ വാങ്ങിക്കുന്നതിൽ അഴിമതി നടത്തി. ഇതുപോലെ ഒരാളെ നിങ്ങൾക്ക് ലോകത്ത് കാണാൻ കഴിയുക? ഒരു രാജ്യത്തെ ജനത മുഴുവൻ അത്യാഹിതത്തിൽപ്പെട്ട് ഉഴലുമ്പോൾ അവർക്ക് രക്ഷകനായി തീരേണ്ട മുഖ്യമന്ത്രി അവർക്ക് വാങ്ങുന്ന മരുന്നിൽ കമ്മീഷൻ പറ്റാൻ വേണ്ടി പോയി എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. അക്കാലത്ത് മുഖ്യമന്ത്രി ചെയ്തത് എന്തായിരുന്നു? സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയിരുന്നു. ഇപ്പൊ മുഖ്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? മകളെ ജയിലിൽ പോകാതെ സംരക്ഷിക്കുന്നതിനുള്ള പെടാപ്പാട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആലപ്പുഴയിൽ നിന്ന് പോകുന്ന കരിമണൽ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? കേന്ദ്ര സർക്കാർ ശക്തമായ നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. കരിമണൽ ഖനനം പൊതുമേഖലയിൽ കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരത്തോടുകൂടി വളരെ കർശനമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി നടത്തണം എന്ന് പറഞ്ഞപ്പോൾ നീരൊഴുക്ക് സുഗമമാക്കാൻ എന്ന രീതിയിൽ കരിമണൽ ഖനനം നടത്തി കർത്താക്ക്, ആ കർത്തയുടെ പേര് ഞാൻ പറയണ ഏത് കർത്ത? നമ്മുടെ സാക്ഷാൽ കർത്താവല്ല, ആ കർത്താവിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് കരിമണൽ കർത്ത എന്ന് പറയുന്ന KG കർത്തക്ക് കരിമണൽ എത്തിച്ചു കൊടുത്ത് അതിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് കൈക്കൂലിയും മകൾക്ക് നോക്കുകൂലിയും ഉറപ്പുവരുത്തിയ ഒരു മുഖ്യമന്ത്രി സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കെ ആ മുഖ്യമന്ത്രിയെ അസംബ്ലിയിൽ കണക്ക് പറയിപ്പിക്കേണ്ട പ്രതിപക്ഷ നേതാവ് എന്താണ് ചെയ്തത്? അസംബ്ലിക്കകത്ത് മുഖ്യമന്ത്രിയുടെ മകളുടെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും പേര് ആ രേഖകളിൽ വരാതിരിക്കാൻ വേണ്ടി അതിനെക്കുറിച്ചുള്ള ചർച്ച കൂടി ഒഴിവാക്കി കൊടുത്ത പ്രതിപക്ഷ നേതാവാണ് കേരളത്തിലുള്ളത്. കാരണം അവരൊരു മുന്നണിയാണ്, ഒറ്റ മുന്നണിയാണ്. അവർക്കൊരുമിച്ചേ നിൽക്കാൻ കഴിയൂ. ആരാണ് PV എന്ന് ചോദിക്കുമ്പോ അവര് തിരിച്ചു ചോദിക്കും ആരാണ് RC എന്ന്, ഇല്ലേ? നമ്മുടെ സോമന്റെ MLA ആണ് RC എന്ന് പറയാൻ സോമന് തന്നെ ഇപ്പൊ വലിയ പാടായി. ഇത് പിണറായി വിജയൻ എന്ന PV ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ അപ്പൊ RC ഉണ്ടല്ലോ, OC ഉണ്ടല്ലോ, KK ഉണ്ടല്ലോ, IK ഉണ്ടല്ലോ, ഇങ്ങനെ പോകുന്നു. ഒരു രാജ്യത്തെ ഏറ്റവും സുപ്രധാനമായ വിഭവങ്ങൾ കൊള്ളയടിച്ച് ഒരു കമ്പനിക്ക് കൊടുത്ത് ആ കമ്പനിയിൽ നിന്ന് പണം കൈപ്പറ്റിക്കൊണ്ട് ഈ രാജ്യത്ത് അനാഥമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റും ആ ഗവൺമെന്റിന് ഒത്താശ ചെയ്യുന്ന പ്രതിപക്ഷവും ഉള്ളപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് അതിന് ബദലായ ഒരു ശക്തി ഇതാ ഈ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു എന്ന് പറയുന്നതിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ പദയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പദയാത്രയിൽ ആയിരങ്ങളും പതിനായിരങ്ങളും അണിചേർന്നുകൊണ്ട് നമുക്കതിന് വ്യാപകമായ ജനപിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ചെണ്ടകൊട്ട് തുടങ്ങിയപ്പോൾ നമ്മുടെ ബഹുമാനായ ജാഥ ക്യാപ്റ്റൻ എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അദ്ദേഹം ഈ വേദിയിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് അദ്ദേഹത്തെ
പുഷ്പവൃഷ്ടി നടത്തിയും കൈയടിച്ചും അദ്ദേഹത്തെ സ്വീകരിക്കണം. കാരണം ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ചെയർമാനും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രസിഡന്റും കരുത്തനായ ഇന്ത്യയിലെ കേരളത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ ഏറ്റവും യുവത്വം തുളുമ്പുന്ന നേതൃത്വത്തിൻ്റെ ഉടമയുമായ നമ്മുടെ ബഹുമാന്യനായ നേതാവ് ശ്രീ കെ സുരേന്ദ്രൻ ഈ വേദിയിലേക്ക് കടന്നു വരുന്നു. അദ്ദേഹത്തെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിന്ന് സ്വീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ സ്വീകരണത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ മൈക്ക് ഇതിൻ്റെ സംഘാടക സമിതിയെ ഏൽപ്പിച്ചുകൊണ്ട് മറ്റൊരു സന്ദർഭത്തിൽ വിശദമായി പ്രസംഗിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ടും ഒറ്റ കാര്യം മാത്രം, നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ നിന്ന് NDA സ്ഥാനാർത്ഥി ജയിച്ചിരിക്കും എന്ന പ്രതിജ്ഞയെടുക്കാൻ ഈ സന്ദർഭം ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇവിടെ മത്സരിക്കുന്നത് ഞങ്ങള് അരൂര് ബൂത്ത് സന്ദർശനത്തിന് പോയി. ബൂത്ത് സന്ദർശനത്തിന് പോയപ്പോൾ ഞങ്ങൾ അവിടെ ഒരു കോളനി പോയി. അപ്പോൾ ആ കോളനിയിൽ ചെന്നപ്പോൾ അവർക്ക് രാവിലെ പൈപ്പ് മോദി കൊടുത്ത പൈപ്പാണ്. അപ്പം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ മുഖം കഴുകാൻ വേണ്ടി ടാപ്പ് തുറക്കുമ്പോൾ മോദിയാണ് വരുന്നത്. അത് കഴിഞ്ഞ് ഗ്യാസ് കത്തിക്കുമ്പോൾ ഉജ്ജ്വൽ ഗ്യാസാണ്, മോദിയാണ് വരുന്നത്. അത് കഴിഞ്ഞ് അരി വെക്കാൻ പോകുമ്പോൾ മോദി കൊടുത്ത അരിയാണ് വരുന്നത്. അത് കഴിഞ്ഞ് പ്രായമായവർക്ക് മരുന്നിന് പോകുമ്പോൾ ആയുഷ്മാൻ പദ്ധതി മോദി കൊടുക്കുന്ന മരുന്നാണ് അവർക്ക് കിട്ടുന്നത്. ഇങ്ങനെ ഒരു പ്രധാനമന്ത്രി എന്ന് ഈ ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്? ഇവിടെ മത്സ്യമേഖലയെക്കുറിച്ച് ബഹുമാനപ്പെട്ട എൻ്റെ സ്നേഹിതൻ സോമൻ പറഞ്ഞു, 75 വർഷത്തെ കാലയളവിനുള്ളിൽ ഈ രാജ്യത്ത് ഇത്രയേറെ കടലോരങ്ങളുള്ള, ഇത്രയേറെ കായലോരങ്ങളുള്ള ഈ മഹാരാജ്യത്ത് മത്സ്യവിഭവത്തിന് വേണ്ടി ഒരു പ്രത്യേക വകുപ്പുണ്ടാക്കിയ പ്രധാനമന്ത്രി ആരാണ് ആ പ്രധാനമന്ത്രി? നിങ്ങൾ ഉറക്കെ പറയൂ. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആ വകുപ്പുണ്ടാക്കിയത്, വേറെ ആരും ഉണ്ടാക്കിയിട്ടില്ല. അതിനു മുൻപ് ഞാൻ പോയിട്ടുണ്ട്. ഈ ഡൽഹിയിൽ പോകുമ്പോൾ അതിൽ ഈ കൃഷി വകുപ്പ് എന്ന് പറഞ്ഞ ഒരു മഹാസമുദ്രമാണ്. അതിൻ്റെ ഒരു മൂലക്കായിരുന്നു ഫിഷറീസ് സെക്ഷൻ ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ഫിഷറീസിന് പ്രത്യേക വകുപ്പുണ്ട്, ക്യാബിനറ്റ് മന്ത്രിയുണ്ട്, സഹമന്ത്രിയുണ്ട്. മത്സ്യവിഭവ മേഖലയുടെ സമഗ്രമായ വികസനത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിക്കുകയും 15,000 കോടി അതിനുവേണ്ടി വകയിരുത്തി അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഈ നരേന്ദ്രമോദിക്ക് നമുക്ക് വോട്ട് ചെയ്യണ്ടേ? എന്താണ് മറ്റേ ഇത് ഒരു ചൊല്ലുണ്ടല്ലോ, എംബ്രാന്റെ വെട്ടത്ത് വാര്യരുടെ അത്താഴം. അത് ആ ചൊല്ലിൻ്റെ അർത്ഥം എനിക്ക് സത്യത്തിൽ ഇപ്പോഴാണ് മനസ്സിലായത്. നമ്മുടെ മരുമകൻ മന്ത്രി പണി നടന്നുകൊണ്ടിരിക്കുന്ന NHന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഇതൊക്കെ ഞങ്ങൾ വരുത്തിയിരിക്കുന്ന വികസനമാണ് എന്ന് പറയുമ്പോഴുള്ള ആ ഉളുപ്പില്ലായ്മയുണ്ടല്ലോ, അത് പിണറായി വിജയന്റെ മരുമകന് മാത്രമേ സാധിക്കൂ എന്നുള്ളതാണ് വസ്തുത. കാരണം പിണറായി വിജയന്റെ മരുമകന് എന്തെല്ലാമാണ് വിശേഷണങ്ങൾ കൊടുക്കേണ്ടി വരിക. വീണ തായ്ക്കണ്ടിയുടെ ഭർത്താവെന്ന വിശേഷണം മാത്രം മതിയല്ലോ. എക്സാലോജിക് എന്ന നിങ്ങൾക്കറിയാം, നിങ്ങളിൽ ഇതിൽ സർക്കാർ ഉദ്യോഗസ്ഥർ റിട്ടയർ ചെയ്തിട്ടുള്ളവരുണ്ടല്ലേ? പിണറായി വിജയന്റെ ഭാര്യ റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ മകൾക്ക് ഒരു
ശതകോടികൾ വിറ്റുവരവും ക്രയവിക്രയവുമുള്ള ഒരു കമ്പനി സ്ഥാപിക്കാനുള്ള പണം കിട്ടിയെന്നാണ് പറയുന്നത്. ഇത് ഏത് രാജ്യത്തു നിന്നാണ് അവർ റിട്ടയർ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഐക്യരാഷ്ട്രസഭയിൽ നിന്നാകാനാണ് സാധ്യത. കാരണം ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് റിട്ടയർ ചെയ്താൽ ഇതുപോലെ കാശ് കിട്ടുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതല്ലാതെ വേറെ ഒരിടത്തൊന്നും ആകാൻ പറ്റില്ല. കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു മഹാഭാഗ്യമാണ് കേട്ടോ അത്. E.P. ജയരാജൻ്റെ ഭാര്യ റിട്ടയർ ചെയ്തപ്പോൾ കിട്ടിയ കാശ് കൊണ്ടാണ് അവിടെ ആ റിസോർട്ട് തുടങ്ങിയതെന്നാണ് ജയരാജൻ പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാര്യമാരൊക്കെ റിട്ടയർ ചെയ്യുമ്പോൾ ഇത്രയേറെ കാശ് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. ഒരു പാവം LP സ്കൂൾ ടീച്ചർ റിട്ടയർ ചെയ്താൽ കിട്ടുന്ന കാശ് എത്രയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പറയേണ്ട കാര്യമില്ല. അതിനാണ് എക്സാലോജിക്ക തുടങ്ങിയതെന്ന് പറഞ്ഞത് ആരാണ്? വീണയുടെ അച്ഛൻ, ബഹുമാനായ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹം അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? മകള് ജയിലിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് മകളെ രക്ഷിക്കുന്നതിന് വേണ്ടി ഒരു പിതാവ് നടത്തുന്ന ശ്രമമാണത്. എനിക്കൊരു പിതാവ് എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ ഈ ദുര്യോഗത്തിൽ വലിയ ദുഃഖമുണ്ടെങ്കിലും ഒരു മുഖ്യമന്ത്രി എന്ന നിലക്ക് ഈ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കെ ഈ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട വരുമാനം കൈക്കൂലിയായി സ്വീകരിച്ചുകൊണ്ട് അങ്ങ് ഗൾഫിൽ മകൻ്റെ ഭാര്യയുടെ അച്ഛൻ്റെ പേരിൽ വ്യവസായ സാമ്രാജ്യം പടുത്തുയർത്തുന്ന മുഖ്യമന്ത്രിയോട് എനിക്ക് ബഹുമാനമില്ല എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങയെ കയ്യാമം വെച്ച് കൽത്തുറങ്കിലടക്കണം എന്നാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത്.